നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു ഇരട്ടത്താപ്പ് പുറത്തു വരികയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. സമൂഹ മാധ്യമങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തെ വിമർശിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് വീണ്ടും. പൗരത്വ പ്രതിഷേധത്തിൻ്റെ പേരിൽ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാവാത്തത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വരച്ചു കാട്ടുന്നത്. ഇതിനെതിരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് വാർത്താസമ്മേളനം പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. അതിലും അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നടപടിയെ വിമർശിച്ചിരിക്കുന്നത്. CAA പ്രതിഷേധ പരിപാടികളിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റമുണ്ടെന്നും മഹല്ല് കമ്മിറ്റികൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി തന്നെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതേ മുഖ്യമന്ത്രി തന്നെയാണ്, അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് ഈ ഒരു കാര്യം അന്ന് പറഞ്ഞതെങ്കിൽ, ഇന്ന് അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഒരു പരിശോധനയുമില്ലാതെ 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള കേസുകൾ റദ്ദാക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ കേസുകളും പിൻവലിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് BJPയുടെ അധ്യക്ഷൻ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നും മതപരമായ വിവേചനം നേരിട്ട് ആട്ടി ഓടിക്കപ്പെട്ടു വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെതിരെ നടത്തുന്ന കലാപമാണ് CAA പ്രക്ഷോഭം. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നിരവധി പേരുടെ ജീവനെടുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസികൾ സമാധാനപരമായി നടത്തിയ നാമജപമാണ് ശബരിമല പ്രതിഷേധം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൃത്യമായി ഇതിന് ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഒരെണ്ണം രാജ്യവിരുദ്ധമായ പ്രക്ഷോഭമാണെങ്കിൽ മറ്റൊന്ന് വളരെ സമാധാനപരമായി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾ നടത്തിയ പ്രക്ഷോഭമാണ്. ഈ രണ്ട് പ്രക്ഷോഭങ്ങളെയും ഒരേ കണ്ണിൽ കൂടി കാണാതെ രണ്ടായി കണ്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ ഒരു ഇരട്ടത്താപ്പ് നയം ഇതിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പരക്കെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് BJP അധ്യക്ഷൻ സുരേന്ദ്രൻ ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നാമം ജപിച്ച കുറ്റത്തിനാണ് ആയിരക്കണക്കിന് അമ്മമാർക്കെതിരെ പോലും പോലീസ് കേസെടുത്തത്. നിരവധി പേരെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. അയ്യപ്പ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ ഒഴിവാക്കാതിരിക്കുകയും പൗരത്വ പ്രക്ഷോഭക്കാരുടെ കേസുകൾ എഴുതിത്തള്ളുകയും ചെയ്യുന്നത് ഇടത് സർക്കാരിൻ്റെ വർഗീയ പ്രീണനമാണ് തുറന്നു കാട്ടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന ഈ നിലപാടുകളോട്, അതായത് ഭരണപക്ഷം കൈക്കൊള്ളുന്ന ഈ നിലപാടുകളോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസും അയ്യപ്പ വിശ്വാസികളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഈ ഇരട്ട നീതിക്ക് കൂട്ടുനിൽക്കുന്നത്. ഹിന്ദുധർമ്മത്തിലെ ശക്തിയെ നശിപ്പിക്കണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികളിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും സുരേന്ദ്രൻ്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി ഇവിടെ ഈ ഇരട്ടത്താപ്പ് നയം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ പൗരത്വ പ്രക്ഷോഭത്തിനെതിരെ അന്ന് പറഞ്ഞതെങ്കിൽ, ഇന്ന് അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പരാതികൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം വളരെ സമാധാനപരമായി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാമജപ പ്രതിഷേധം നടത്തിയ വിശ്വാസികൾക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ മണിക്കൂറുകളിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചാ വിഷയവും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.